അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ക്ലാസിക്കൽ തിയറീസിൻ്റെ മൂന്നാമത്തെയും അവസാനത്തെയും പാർട്ടായിട്ടുള്ള ബ്യൂറോക്രസിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് അപ്രോച്ച്, അതുപോലെ തന്നെ രണ്ടാമത്തെ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റ് അപ്രോച്ച് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ആ രണ്ട് വാക്കും പലർക്കും അത്ര പരിചിതമല്ല, പക്ഷെ ബ്യൂറോക്രസി എല്ലാവർക്കും പരിചിതമാണ്. പക്ഷെ പരിചിതമാണ് എന്നുള്ളതിൽ തന്നെ വേറൊരു പ്രശ്നം കൂടിയുണ്ട്. വളരെയധികം ഭയങ്കര ഒരു അബദ്ധധാരണ ഉള്ള ഒരു ഏരിയ കൂടിയാണ് ഇത്. പല സമയത്തും നമ്മുടെ ഭരണവ്യവസ്ഥിതി, അതിൻ്റെ പ്രവർത്തനം, പക്ഷെ അതൊന്നും ആക്ച്വലി നമ്മുടെ സാമാന്യബോധത്തിന് എന്താ പറയുക, മാച്ചിങ് അല്ലാത്ത പല സ്ഥലങ്ങളുണ്ട്. അപ്പം അത് ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്നലെ നമ്മൾ ഒരു ശിക്ഷാവിധി കേട്ടല്ലേ, കൊൽക്കത്തയിലെ ഒരു മെഡിക്കൽ കോളേജിലെ ഡോക്ടറെ റേപ്പ് ചെയ്ത് കൊന്ന ഒരു വ്യക്തി. അപ്പം ആ വ്യക്തിക്ക് കോടതി വിധിച്ച ശിക്ഷ എന്ന് പറയുന്നത് കംപ്ലീറ്റ്, അയാൾ എത്രത്തോളം അയാളുടെ ജീവിതാന്ത്യം വരെ ജയിലിൽ കിടക്കുക എന്നുള്ളതാണ്. ഓക്കെ, പൊതുവെ ഒരു പോപ്പുലർ റെസ്പോൺസ് എന്ന് പറഞ്ഞത് അത് പോരാ, അത് അയാൾക്ക് വധശിക്ഷ തന്നെ കൊടുക്കണം എന്നുള്ളതാണ്. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വ്യക്തി അയാളുടെ ജീവിതകാലം മുഴുവൻ ഒരു സെല്ലിനകത്ത് അയാൾ പൂട്ടിയിട്ട് അയാൾക്ക് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ എത്ര വലിയ നരകയാതനയായിരിക്കും അയാൾ അനുഭവിക്കേണ്ടവ. നമുക്ക് ആക്ച്വലി ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ സ്വാതന്ത്ര്യമാണ് നമ്മുടെ ജീവിതം. നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ, ഇഷ്ടമുള്ള സ്ഥലങ്ങളിലേക്ക് പോകാൻ, ഇഷ്ടമുള്ള ജോലി ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പല കാര്യങ്ങളുണ്ടല്ലോ. ഈ ജയിലിൽ കിടന്നിട്ട് അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ബാക്കി ജീവിതത്തിൽ? മനസ്സിലായി? അപ്പൊ അത് അത്രയും വലിയൊരു ശിക്ഷ കൊടുത്തിട്ടും നമ്മുടെ ഒരു കോമൺ സെൻസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അത് പോരാ. ഓക്കെ, അത്തരത്തിലുള്ള ഒരു സാധനമാണ് ഈ ബ്യൂറോക്രസി. അപ്പോൾ നമ്മുടെ പോപ്പുലർ ആയിട്ടുള്ള പല സിനിമകൾ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ അത്തരത്തിൽ തമാശകൾ കാണാൻ പറ്റും. ഇപ്പോൾ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള കുറച്ച് പഴയ സിനിമകളാണെങ്കിൽ നമ്മുടെ ദി കിങ്, മമ്മൂട്ടി അതിലൊരു ബ്യൂറോക്രാറ്റാണ്, അദ്ദേഹം ഒരു കളക്ടറാണ്. ആളെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു സിറ്റിംഗ് MP-നെ അയാൾ കാറിലൂടെ യാത്ര ചെയ്യുമ്പോൾ അയാളുടെ ആ കാറിലെ പെട്രോൾ ടാങ്കിന് വെടിവെച്ച് അത് പൊട്ടിച്ച് കൊല്ലുകയാണ് ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ചു, റിയൽ ലൈഫിൽ ഒരു MP-നെ ഇങ്ങനെ ഒരു കളക്ടർ ഇങ്ങനെ കൊന്നു കഴിഞ്ഞുള്ള അവസ്ഥ. അതേപോലെ തന്നെ നമുക്ക് സുരേഷ് ഗോപിയുടെയൊക്കെ ഏറ്റവും അത്തരത്തിലുള്ള ഒരു ത്രില്ലിംഗ് ഒരു സിനിമയാണ് കമ്മീഷണർ. അതിൽ ഒരു വ്യക്തിനെ, അയാൾ ഒരു എന്താ പറയുക, പൊളിറ്റീഷ്യനാണ്, അതേപോലെ തന്നെ എന്താ പറയുക, ബിസിനസ്മാൻ ആണ്. അതിൽ വില്ലൻ റിതീഷ്, ആളെ തീ കൊടുത്ത് കൊല്ലാണ്, കത്തിച്ച് കളിയാണ് സുരേഷ് ഗോപി ചെയ്യുന്നത്. മനസ്സിലായി? അപ്പൊ പോപ്പുലർ മൈൻഡ് സെറ്റ് ഏകദേശം ഈ സിനിമയോട് സാമ്യം നിൽക്കുന്നതായിരിക്കും. എന്നാൽ ആക്ച്വൽ ബ്യൂറോക്രസി ആയിട്ട് ഇതിന് യാതൊരു ബന്ധമില്ല. ഓക്കെ, അപ്പൊ ബ്യൂറോക്രസി എന്ന് പറയുമ്പോൾ അതിൽ ഇഷ്ടം പോലെ ലിമിറ്റേഷൻസ് ഉണ്ട് എങ്കിൽ കൂടി അതിൻ്റെ ക്യാരക്ടർ, അതിൻ്റെ പ്രവർത്തന രീതി, അതൊക്കെ വളരെ വ്യത്യസ്തമാണ്. ഓക്കെ, ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു സിറ്റിസൺ എന്നുള്ള രീതിയിൽ നിങ്ങൾ പഠിക്കുമ്പോൾ ബ്യൂറോക്രസീനെ അത്തരത്തിലൊരു വസ്തുനിഷ്ഠമായിട്ട് ബ്യൂറോക്രസി പഠിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പോപ്പുലർ വോയിസ് ആയിട്ട് നിങ്ങൾ മാറും, ഒരു വകതിരിവില്ലാത്തൊരു വ്യക്തിയായിട്ട് നിങ്ങൾ മാറും. ഒരു അഡ്മിനിസ്ട്രേറ്ററെ സംബന്ധിച്ചോളം അത്തരത്തിലൊരു വകതിരിവില്ലാത്തൊരു മനുഷ്യനാവുക എന്നുള്ളത് വളരെ മോശമാണ്. ഓക്കെ, ഒരു ഭരണ വ്യവസ്ഥിതിയെ മനസ്സിലാക്കണം, ഭരണത്തിന്റെ സ്വഭാവത്തെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ മാറേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ മൂന്നാമത്തെ ഭാഗം എടുക്കുകയാണ്, ബ്യൂറോക്രസി. ബ്യൂറോക്രസി വളരെ മുമ്പ് തന്നെ ഉള്ളതാണ്, പ്രവർത്തനത്തിലുള്ളതാണ്. മാക്സ് വെബർ ഒന്നുമല്ല അത് കണ്ടുപിടിച്ചത്. പക്ഷെ മാക്സ് വെബർ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഞാൻ അതിന്റെ ഐഡിയൽ ടൈപ്പ്, ഏറ്റവും മാതൃകാപരമായിട്ട് ബ്യൂറോക്രസി എങ്ങനെയായിരിക്കും എന്ന്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സും എലമെന്റ്സും എന്താണെന്ന് ജസ്റ്റ് പോയിന്റ് ഔട്ട് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അത് ബ്യൂറോക്രസി എന്നുള്ള വാക്ക് വിൻസെന്റ് ഗുർനെ എന്ന് പറഞ്ഞ ഒരു ഫ്രഞ്ച് എക്കണോമിസ്റ്റ് 1745 കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഒന്ന് ഓർത്ത് വയ്ക്കണം, വിൻസെന്റ് ഗുർനെ എന്നുള്ള പേര്. അതുപോലെ തന്നെ മാക്സ് വെബർ സോഷ്യോളജിയില്, അതുപോലെ എക്കണോമിക്സിലേക്ക് വളരെയധികം സംഭാവന നൽകിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കുറച്ച് പുസ്തകങ്ങളാണ് ദ തിയറി ഓഫ് എക്കണോമിക്സ് ആൻഡ് സോഷ്യൽ ഓർഗനൈസേഷൻ, അടുത്തത് ജനറൽ എക്കണോമിക് ഹിസ്റ്ററി,
അതുപോലെ തന്നെ പ്രൊട്ടസ്റ്റന്റ് എത്തിക് ആൻഡ് സ്പിരിറ്റ് ഓഫ് ക്യാപിറ്റലിസം. ഇത് സോഷ്യോളജിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ്, പ്രൊട്ടസ്റ്റന്റ് എത്തിക് ആൻഡ് സ്പിരിറ്റ് ഓഫ് ക്യാപിറ്റലിസം. എങ്ങനെയാണ് യൂറോപ്പിലെ ഇൻഡസ്ട്രി വളരെയധികം കൂടുതൽ വന്നതും അതിന് സഹായകമായ ഒരു സോഷ്യൽ എലമെന്റ് എന്താണെന്നുള്ളതാണ് അതിൽ ചെക്ക് ചെയ്യുന്നത്. മാക്സ് വെബർ പറയുന്നത് ഈ പ്രൊട്ടസ്റ്റന്റിയൻ എത്തിക്സിൽ വളരെ പ്രധാനപ്പെട്ടതാണ് അത് കൂടുതൽ നേരം ജോലി ചെയ്യുക, അത്തരത്തിലുള്ള ഒരു എത്തിക്സ് അവർ വളർത്തിയെടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് യൂറോപ്പിന് വന്നത് എന്ന് പറയുന്ന ഒരു പുസ്തകമാണ് പ്രൊട്ടസ്റ്റന്റ് എത്തിക് ആൻഡ് സ്പിരിറ്റ് ഓഫ് ക്യാപിറ്റലിസം. ഓക്കെ, പിന്നെ ഇതിന്റെ കോണ്ടെക്സ്റ്റ് ഈ പറഞ്ഞ ബ്യൂറോക്രസിനെ കുറിച്ച് വെബർ പഠിക്കാനും എഴുതാനും ഉണ്ടായിട്ടുള്ള ഒരു കോണ്ടെക്സ്റ്റ് നമ്മൾ പറഞ്ഞ പഴയ രണ്ട് അപ്രോച്ചിന്റെയും കോണ്ടെക്സ്റ്റ് തന്നെയാണ്. ഒരു ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ സമയത്ത് ഈ ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയുടെ ഒരു ഡിമാൻഡിന്റെ ഒരു അനുസരിച്ച് ആണ് ഇത്തരത്തിലുള്ള പുസ്തകങ്ങളും ആ സമയത്ത് പഠനങ്ങളും നടന്നത്. ഓക്കെ, അതിൽ നമുക്ക് അറിയാം ടൈലർ എവിടെയാണ് കാര്യങ്ങൾ ഒരു ഫാക്ടറിയുടെ എങ്ങനെയാണ് നടത്തേണ്ടത് എന്നുള്ളതാണ് നോക്കിയത്. പക്ഷെ വെബർ എന്ത് ചെയ്തു, കംപ്ലീറ്റ് ബ്യൂറോക്രാറ്റിക് സ്ട്രക്ചർ റാഷണലൈസ് ചെയ്യാൻ നോക്കി. ഓക്കെ, ഇതിൽ രണ്ട് സയന്റിഫിക് തിയറി ആയാലും ശരി, ബ്യൂറോക്രസി ആയാലും ശരി, ഡിസിപ്ലിൻ, അതുപോലെ തന്നെ വർക്കേഴ്സിന്റെ കൺട്രോൾ, അവരുടെ ആക്ടിവിറ്റിയിലുള്ള കൺട്രോള്, ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ് ഇവർക്ക്. ഓക്കെ, ക്ലാസിക്കൽ തിയറീസിൽ പ്രത്യേകിച്ച്. അത് അടുത്ത ഇതിൽ പറയുന്നത് മാക്സ് വെബർ അതോറിറ്റി എന്ന് പറയുന്നൊരു ടേമിനെ കൂടുതലായിട്ട് അദ്ദേഹം പഠിക്കുന്നുണ്ട്. ഓക്കെ, പവറും അതോറിറ്റിയും തമ്മിലുള്ള എന്താണ് വ്യത്യാസം എന്നാണ് നോക്കുന്നത്. ഓക്കെ, പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സോഷ്യൽ സെറ്റപ്പിൽ കുറെ ആൾക്കാർക്ക് പവർ ഉപയോഗിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കമാൻഡ് നടത്താം. അപ്പോൾ ഈവൻ മറ്റുള്ള ആൾക്കാർക്ക് അത് അത് താല്പര്യം ഇല്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് പവർ ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ ഒരു മിലിറ്ററി കമാൻഡറിനെ സംബന്ധിച്ചിടത്തോളം അത്രയും ഫോഴ്സ് ഉണ്ട്. ഇപ്പോൾ ഒരു ജനതയോട് ഒരു ഇന്ന കാര്യം ഇന്ന രീതിയിൽ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ചെയ്യല്ലാതെ വേറെ വഴിയില്ല, അല്ലേ? ഇപ്പൊ നോക്ക്, നമ്മൾ താലിബാനില് അവര് ഒരു ഓർഡർ കൊടുക്കുകയാണെങ്കിൽ അത് അവിടുത്തെ ആൾക്കാരെ അനുസരിച്ചേ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്തായിരിക്കും, അവർക്ക് അതിന് മെഷീൻ ഗണ്ണായിരിക്കും അവരോട് റിപ്ലൈ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് എന്താ, ഒരു പവറിന്റെ മുമ്പിൽ നമുക്ക് റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ കൂടി അത് അനുസരിക്കേണ്ടി വരും. പക്ഷെ അതോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല. അതോറിറ്റിക്ക് വ്യത്യാസം എന്താ വെച്ച് കഴിഞ്ഞാൽ അനുസരിക്കുന്ന വ്യക്തി ഒരു ധാരണ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഓർഡറാണ് അതോറിറ്റിയുടെ കയ്യിൽ നിന്ന് കിട്ടുന്നുണ്ടത്. ഞാനിത് അനുസരിക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യമുണ്ട് എന്ന് സ്വയം തോന്നാണ് അനുസരിക്കുന്ന ആൾക്ക്. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള ഒരു പവർ പൊസിഷനാണ് അതോറിറ്റി. ഇതില് എന്താ പറയാ, ഒരു വോളണ്ടറി കംപ്ലൈൻസ് ആണ് ഇതിനുള്ളത്. നമ്മൾ സ്വയം നമ്മൾ താല്പര്യപ്രകാരം തന്നെ അത് കേൾക്കും. എന്തുകൊണ്ട് സാധാരണ ആൾക്കാർ എന്തിന് വേറൊരാളുടെ ഓർഡർ നമ്മൾ അനുസരിക്കണം എന്നുള്ളതിന് അതിന് കുറെ കാര്യങ്ങളുണ്ട്, നമുക്ക് പിന്നീട് പഠിക്കാം. അതായത് അതൊരു എന്താ പറയാ, ലീഗൽ ബൗണ്ട് ആയിരിക്കും, അല്ലെങ്കിൽ പല തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും. അത് നമുക്ക് നോക്കാം. അതിനു മുമ്പ് അതോറിറ്റിയുടെ കമ്പോണൻസ് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ്, ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു ബോഡി, ആളുകളെ ഭരിക്കുന്ന ഒരു റൂൾ ചെയ്യുന്ന ഒരു ഇൻഡിവിജ്വൽ ഒരു ബോഡി അത് ആവശ്യമാണ്, അത് നമുക്കറിയാം. അതേപോലെ തന്നെ ഒരു ഇൻഡിവിജ്വൽ ഓർ എ ബോഡി ഓഫ് ഇൻഡിവിജ്വൽ ഹു ആർ റൂൾഡ്, ഭരിക്കപ്പെടുന്ന ഒരു വിഭാഗം ആവശ്യമാണ്. ഭരിക്കുന്ന ആൾക്കാരും അതേപോലെ തന്നെ ഭരിക്കപ്പെടുന്ന ആൾക്കാരും. അതിന് ശേഷം മൂന്നാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ദ വിൽ ഓഫ് റൂളേഴ്സ് ടു ഇൻഫ്ലുവൻസ് ദ കണ്ടക്ട് ഓഫ് ദ റൂൾ. ഓക്കെ, ഭരിക്കാൻ ആൾക്കാരുണ്ടായാൽ മാത്രം പോരാ, അവർക്ക് ഒരു വില്ല് വേണം. ആ വില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് രീതിയിലാണ് അവർ ഭരിക്കപ്പെടുന്നവരെ ഇൻഫ്ലുവൻസ് ചെയ്യേണ്ടത്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോളേജിന്റെ അതോറിറ്റിയാണ്. അദ്ദേഹത്തിന് ഒരു വില്ല് വേണം. എങ്ങനെ കുട്ടികൾ ഡിസിപ്ലിൻഡ് ആയിരിക്കണം,
അതുപോലെ തന്നെ അപ്പോൾ ഡിസിപ്ലിൻഡ് ആവണമെങ്കിൽ എന്ത് ചെയ്യണം, അവരെ ഇൻഫ്ലുവൻസ് ചെയ്യണം, അവരോട് ഡിസിപ്ലിൻഡ് ആയിട്ട് ഇരിക്കാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ അവരുടെ അക്കാഡമിക് ലെവൽ ഉയർത്തേണ്ടതുണ്ട്. അപ്പോൾ അവർ നന്നായി പഠിക്കേണ്ട അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതലായിട്ട് അവർ ശ്രദ്ധിക്കാൻ ഉള്ള ഒരു ബില്ല് വേണം. അപ്പോൾ അതിനനുസരിച്ചുള്ള എൻഫോഴ്സ്മെന്റ് പ്രിൻസിപ്പൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും അവർ മുന്നോട്ട് നിൽക്കണം. ഇതൊക്കെ എന്താണ്, ഒരു പ്രിൻസിപ്പളുടെ ബില്ലായിരിക്കണം. അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള ഈ രീതിയിൽ കാര്യങ്ങൾ ചെയ്യണം. തൻ്റെ കോളേജിലെ കുട്ടികൾ ഈ രീതിയിൽ കാര്യങ്ങൾ ചെയ്യണം, ഡിസിപ്ലിൻഡ് ആയിരിക്കണം, അക്കാഡമിക് ഏരിയയിൽ അവർ നല്ല രീതിയിൽ പ്രവർത്തിക്കണം, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ അവർ നന്നായി പ്രവർത്തിക്കണം. അപ്പം അതിനനുസരിച്ച് ബില്ലുണ്ടായാൽ മാത്രം പോരാ, അത് എൻഫോഴ്സ് ചെയ്യാനുള്ള കഴിവും വേണം. ഓക്കെ, ഇപ്പോൾ ജസ്റ്റ് അതർ കോണ്ടെക്സ്റ്റിൽ നമ്മൾ എടുക്കണം, ഒരു മാനേജർ ആണെങ്കിൽ ആ മാനേജറിന് കൂടുതൽ സെയിൽസ് വേണം. അതുപോലെ തന്നെ അവർക്ക് സർട്ടൻ ഡെഡ് ലൈൻസ് മീറ്റ് ചെയ്യണം, ടാർഗറ്റ്സ് അച്ചീവ് ചെയ്യണം. അപ്പോൾ അത് എംപ്ലോയി കൊണ്ട് ഒരു അത് ഡെഡ് ലൈൻ മീറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാനൊക്കെ എൻഫോഴ്സ് ചെയ്യാനുള്ള ഒരു വില്ല് ആ മാനേജർക്ക് വേണം. ഓക്കെ, നാലാമത്താണ് എവിഡൻസ് ഓഫ് ഇൻഫ്ലുവൻസ് ഓഫ് ദ റൂളേഴ്സ് ഇൻ ടേംസ് ഓഫ് ദ ഒബ്ജക്റ്റീവ് ഡിഗ്രി ഓഫ് കമാൻഡ്. അതായത് നമ്മൾ ഇപ്പം നേരത്തെ പറഞ്ഞു, പ്രിൻസിപ്പൾ പറഞ്ഞു ഡിസിപ്ലിൻഡ് ആയിരിക്കണം കുട്ടികൾ. ഓക്കെ, 10 മണിക്ക് കോളേജ് തുടങ്ങുന്ന ഒരു സ്ഥലത്ത് കുട്ടികൾ 11 മണിക്ക് ഇരുന്നു, ചിലപ്പോൾ 12 മണിക്ക് വരുന്നു, ചിലപ്പോൾ വരുന്നില്ല, കുറേ നാൾ വരില്ല, കുറേ നാൾ വരും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ വന്നു, അത് കഴിഞ്ഞ് ഇറങ്ങിപ്പോകുന്നു, ക്ലാസ്സിൽ കയറുന്നില്ല. അപ്പോൾ ഇതെന്താ ചെയ്യുന്നത്? അത് ആ ഒരു ഇദ്ദേഹത്തിൻ്റെ ഈ പ്രിൻസിപ്പലിൻ്റെ ബില്ല്, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കമാൻഡ് എന്താ പറയുക, ഒബേ ചെയ്യുന്ന ഒരു ഇൻഫ്ലുവൻസോ അല്ലെങ്കിൽ എവിഡൻസോ അല്ലല്ലോ അത്. അതിൻ്റെ എവിഡൻസ് എന്തായിരിക്കണം? എല്ലാ കുട്ടികളും കറക്റ്റായിട്ട് ക്ലാസ്സിൽ കയറുന്നുണ്ടായിരിക്കണം, എല്ലാ കുട്ടികളും വരുന്നുണ്ടായിരിക്കണം. എല്ലാ കുട്ടികളും മീൻസ് നമുക്കൊരു ഇത് എടുക്കാമല്ലോ. അപ്പോൾ ഒരു നോർമൽ ഒരു കോളേജിൽ 100 കുട്ടികളുണ്ടെങ്കിൽ ഒരു 95-96 ആയിരിക്കും മിക്കവാറും അവരുടെ ടേൺ അപ്പ് അല്ലെങ്കിൽ പ്രസൻറ്റ് പെർസെൻറ്റേജ്. ആബ്സെൻറ്റീസം പെർസെൻറ്റേജ് 5% or 10% യൂഷ്വൽ. അതിനൊരു സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കുമല്ലോ. ഇതല്ല 20 പേര് 30 പേരാണെങ്കിൽ അത് അതിൻ്റെ അർത്ഥം അതൊരു എവിഡൻസ് അല്ല. അത് എന്തിൻ്റെ എവിഡൻസ് ആണ്? ഈ കൃത്യമായിട്ടുള്ള ഒരു റൂൾ ഓഫ് ലോയോ അല്ലെങ്കിൽ ഈ അതോറിറ്റിയുടെ വീക്ക്നെസ് ആണ് അത് കാണിക്കുന്നത്, അത്രയും പേര് ഇല്ലാതെ വരുമ്പോൾ. ഓക്കെ, അപ്പോൾ അതിൽ എവിഡൻസ് ഓഫ് ഇൻഫ്ലുവൻസ് ഓഫ് ദ റൂളേഴ്സ് ഇൻ ടേംസ് ഓഫ് ദ ഒബ്ജക്റ്റീവ് ഡിഗ്രി ഓഫ് കമാൻഡ്. ഒബ്ജക്റ്റിവിറ്റി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റണം. ഇപ്പം നേരത്തെ പറഞ്ഞ അറ്റൻഡൻസിൽ നമുക്ക് കാണാൻ പറ്റണം. ഓക്കെ, 90 to 95 ഇതുണ്ട്. ഓക്കെ, അപ്പോൾ അതൊരു ഒബ്ജക്റ്റീവ് ഡിഗ്രി ഓഫ് കമാൻഡ് ആണ്. അതല്ലെങ്കിൽ ഇപ്പോൾ 70-76 ആകുമ്പോൾ നമുക്കത് മനസ്സിലാവും അല്ലേ, അത് കറക്റ്റായിട്ടുള്ള ഇൻഫ്ലുവൻസ് ഇല്ല എന്നുള്ളത്. അത് നാലാമത്തെ. പിന്നെ അഞ്ചാമത്തെ, ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് എവിഡൻസ് ഓഫ് ദാറ്റ് ഇൻഫ്ലുവൻസ് ഇൻ ടേംസ് ഓഫ് ദ സബ്ജക്റ്റീവ് അക്സെപ്റ്റൻസ് വിത്ത് ദ വിച്ച് റൂൾഡ് ഒബേ ദ കമാൻഡ്. അതായത് റൂൾ ചെയ്യപ്പെടുന്നവർ ഇത് അവരുടെ ഒരു എന്താ പറയുക അക്സെപ്റ്റൻസ് ഇതിനുണ്ടോ എന്നുള്ളതാണ്. അക്സെപ്റ്റൻസ് ഉണ്ടോ എന്നുള്ളതിന് ഫസ്റ്റ് നമുക്ക് എക്സ്പ്ലിസിറ്റ് ആയിട്ട് തന്നെ നമുക്ക് അറിയാലോ. കുട്ടികൾ ഡയറക്റ്റ്ലി പറയുന്നു, ഓക്കെ അക്നോളജ് ചെയ്യുന്നു, ശരി ഞങ്ങൾ വന്നോളാം എന്ന് പറയുന്നു. ഇനി അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കൂടി അവർ ഈ പ്രിൻസിപ്പൾ കുറച്ച് സ്ട്രോങ് ആണെങ്കിൽ എന്ത് ചെയ്യും? കറക്റ്റ് ടൈമിന് വരും. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ കറക്റ്റ് ടൈമിന് വരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണുന്ന ഒരു എവിഡൻസ് ഓഫ് ഇൻഫ്ലുവൻസ്. ഈവൻ അവർക്ക് അതിൽ താല്പര്യമില്ല എന്നുണ്ടെങ്കിലും കൂടി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിൻസിപ്പൾ ഒരു അതോറിറ്റിയാണ്. പ്രിൻസിപ്പൾ പറഞ്ഞ സമയത്തിന് വന്നില്ലെങ്കിൽ ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കാനുള്ള അതോറിറ്റി ആർക്കുണ്ട്? പ്രിൻസിപ്പളിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് താല്പര്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് സെക്കൻഡറി ആണ്. പറയുന്ന കമാൻഡിനോട് കംപ്ലൈ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നമുക്ക് എവിഡൻസ് ആയിട്ട് ഇതിലെടുക്കാൻ പറ്റുക. ഓക്കെ, ഇതുവരെ പറഞ്ഞതിൽ മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും കാര്യങ്ങൾ കൂടുതലായിട്ട് സംസാരിക്കേണ്ടതുണ്ടോ? പറയൂ, ഓക്കെ ആണോ നിങ്ങൾക്ക്? ഓക്കെ, മനസ്സിലാവുന്നു.
നേരത്തെ നമ്മൾ പഠിച്ചത് അതോറിറ്റിയുടെ കമ്പോണൻസ് ആണ് പഠിച്ചത്. എന്തൊക്കെ വേണം ഒരു അതോറിറ്റി എന്ന് പറഞ്ഞ ഒരു എക്സസൈസ് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് അറിയണമെങ്കിൽ എന്ത് വേണം എന്നുള്ളതാണ് പറഞ്ഞത്. റൂൾ ചെയ്യുന്ന ആൾ വേണം, റൂൾ ചെയ്യപ്പെടുന്ന ആൾ വേണം, റൂൾ ചെയ്യാനുള്ള ഒരു വില്ല് വേണം, അതിൻ്റെ എവിഡൻസ് വേണം, അതുപോലെ തന്നെ ഇത് റൂൾ ചെയ്യപ്പെടുന്നത് അഗ്രി ചെയ്യുന്നു അല്ലെങ്കിൽ അത് കംപ്ലൈ ചെയ്യുന്നു എന്നുള്ള ഒരു സബ്ജക്റ്റീവ് എവിഡൻസും വേണം. ഓക്കെ, ഇത്തരത്തിൽ 5 കാര്യങ്ങളാണ് കമ്പോണൻസ് ഓഫ് അതോറിറ്റിയിലുള്ളത്. ഇനി അടുത്ത ടൈപ്സ് ഓഫ് അതോറിറ്റി. എന്ത് ടൈപ്പ് അതോറിറ്റിയാണ് ഉള്ളതെന്നോ ആണ് നോക്കുന്നത്. നമ്മൾ നോക്കുന്ന ഫസ്റ്റ് ട്രഡീഷണൽ അതോറിറ്റിയാണ്. ഈ ട്രഡീഷണൽ അതോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൾച്ചർ, കസ്റ്റംസ്, അതുപോലെ ട്രഡീഷൻ, ബിലീഫ്, ഇതിലൊക്കെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ഇപ്പോൾ ആദിവാസി മൂപ്പൻ ഒരു ഹെറിഡിറ്ററി ആയിട്ട് ഇങ്ങനെ ഒരു ട്രഡീഷനായിട്ട് വരുന്ന ഹെറിഡിറ്ററി ആയിട്ട് നമുക്ക് പല സ്ഥലങ്ങളിലും അതോറിറ്റീസ് കാണാം. അപ്പം അത് പൊതുവെ ജനങ്ങൾ അവരെ അംഗീകരിക്കുകയും എന്താ പറയുക, അത് അവരെ അതോറിറ്റി ആയിട്ട് കാണുകയും അംഗീകരിക്കുകയും ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ കമ്പോണൻസ്, അതോറിറ്റി മാത്രം ഉണ്ടായ പോലെ അത് അംഗീകരിക്കുന്ന ഒരു വിഭാഗം കൂടി വേണം. ഇല്ലെങ്കിൽ ആ അതോറിറ്റിക്ക് ഒരു വാല്യൂ ഇല്ലല്ലോ. ഓക്കെ, അപ്പൊ അതിന്റെ ട്രഡീഷണൽ ആയിട്ട് ഉണ്ടാവുക എന്നുള്ളത് മിക്കവാറും ഇത് ഹെറിഡിറ്ററി ആയിട്ട് ഉണ്ടാവുന്നതാണ്, നമ്മുടെ പഴയ കൾച്ചറിന്റെ കസ്റ്റത്തിന്റെ ഭാഗമായിട്ട്. അപ്പൊ അത് ഈ പറഞ്ഞ ആദിവാസി മൂപ്പൻ അല്ലെങ്കിൽ ആ തരത്തിൽ മാത്രമല്ല, ഈ അതുപോലെ തന്നെ നമ്മുടെ തറവാടുകളിലെ അമ്പലങ്ങൾ, കാർന്നവന്മാര്, അത്തരത്തിലുള്ള ടീമുകളുണ്ടല്ലോ, ഇവരൊക്കെ ഇത്തരത്തിലുള്ള ട്രഡീഷണൽ അതോറിറ്റിയാണ്. അവർ ആ പറയുന്ന ആ കാര്യത്തിൽ അവരുടെ ആ ഒരു സ്ഫിയർ ഓഫ് ഏരിയയിൽ നമ്മൾ അത് അനുസരിക്കും. അവർ പറഞ്ഞ എല്ലാം കേൾക്കണം എന്നല്ല, ഏത് രീതിയിലാണ് ഇപ്പോൾ മിക്കവാറും ഈ പൂജ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള നടക്കുന്ന സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ ഇപ്പോൾ പഴയ ട്രൈബൽ കമ്മ്യൂണിറ്റി ഹണ്ടിങ്, ഇതിലൊക്കെ ട്രഡീഷണൽ അതോറിറ്റി വളരെ ഇൻഫ്ലുവൻഷ്യൽ ആണ്. ഇനി ഇപ്പൊ ഈ ട്രഡീഷണൽ അതോറിറ്റി ഇവിടെ മാത്രമല്ല കേട്ടോ, ഇപ്പൊ പല സ്ഥലങ്ങളിലും നമുക്ക് ഈവൻ മോഡേൺ സൊസൈറ്റിയില് പൊളിറ്റിക്സിലൊക്കെ നമുക്ക് കാണാൻ പറ്റും അല്ലെ, ഒരൊറ്റ തലമുറകളായിട്ട് എന്താ പറയാ കിട്ടുന്ന ഒരു എന്താ പറയാ കുടുംബത്തിൽ നിന്ന് വരുന്ന ആൾക്കാർ. അതിപ്പോ എന്താ പറയുക, എക്സാമ്പിൾസ് ഒന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് തന്നെ അറിയാലോ. മകന്റെ മകൻ, അത് കഴിഞ്ഞ് വീണ്ടും അദ്ദേഹത്തിന്റെ മകനായിട്ട് ഇതിന്റെ പൊളിറ്റിക്കൽ അതോറിറ്റി കിട്ടിക്കൊണ്ടിരിക്കുന്ന പല ആൾക്കാരും നമ്മുടെ പൊളിറ്റിക്സിലുണ്ട്. അതും ഒരു ട്രഡീഷണൽ അതോറിറ്റി തന്നെയാണ്. ഓക്കെ, അത് എത്തരത്തില് ആൾക്കാർ എടുക്കുന്നു എന്നുള്ളതാണ്. അത് ആ റൂൾ ചെയ്യപ്പെടേണ്ട വ്യക്തികൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ അതിൽ യാതൊരു പ്രശ്നമില്ല. ഓക്കെ, അടുത്തത് കരിസ്മാറ്റിക് അതോറിറ്റി. ദിസ് അതോറിറ്റി ഈസ് ബേസ്ഡ് ഓൺ ദ പേഴ്സണാലിറ്റി ആൻഡ് ദ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഓഫ് എ പേഴ്സൺ. കരിസ്മാറ്റിക് ലീഡേഴ്സ് ആർ ഓഫൻ സീൻ ആസ് ഇൻസ്പയറിംഗ് ആൻഡ് ഹാവ് സ്പെഷ്യൽ സ്കിൽസ്. ഓക്കെ, അപ്പോൾ ലീഡർ എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മളൊരു ലീഡറുടെ ഡെഫിനേഷനിൽ പറയുന്നത് മറ്റ് ആൾക്കാർക്ക് ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികളെയാണ് നമ്മൾ പലപ്പോഴും ലീഡറായിട്ട് കണക്കാക്കുക. അത്തരത്തിൽ ഒരു കരിസ്മാറ്റിക് ആയിട്ടുള്ള വ്യക്തികൾക്ക് ചില വഴികൾ, ഇപ്പം നമ്മുടെ ഗാന്ധി മറ്റൊരാൾക്ക് സാധിക്കാത്ത രീതിയിലാണ് അദ്ദേഹം നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത്. അദ്ദേഹത്തിന് ഒരു കരിസ്മാറ്റിക് അതോറിറ്റി ആയിട്ട്, അദ്ദേഹത്തിന്റെ ഒരു എന്താ പറയുക ട്രഡീഷണൽ ആയിട്ട് ഹെറിഡിറ്ററി ആയിട്ട് കിട്ടിയ ഒരു അതോറിറ്റി വെച്ചിട്ടല്ല അദ്ദേഹം ഇന്ത്യയുടെ മൊത്തം ഒരു രാഷ്ട്രപിതാവായിട്ടും നേഷൻ ബിൽഡിങ്ങിന് അദ്ദേഹത്തിന് സാധിച്ചത്. അതേപോലെ തന്നെ ഒരുപാട് പൊളിറ്റിക്കൽ പാർട്ടി നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരുപാട് പൊളിറ്റിക്കൽ പാർട്ടീസ് അവരെ മാത്രം പേരിൽ വന്നതാണ്. ഉദാഹരണത്തിന് ജയലളിത, അതല്ലെങ്കിൽ നമ്മുടെ മമതാ ബാനർജി, ഇവരൊന്നും ഇവരുടേതായിട്ടുള്ള ഒരു എന്താ പറയുക ട്രഡീഷണൽ അതോറിറ്റി അല്ലല്ലോ. ട്രഡീഷണൽ ആയിട്ട് ഇവർക്കൊന്നും ഉണ്ടായിരുന്നല്ലോ, ഇവരായിട്ട് ഉണ്ടാക്കിയ പാർട്ടികളാണ്. ബിജു പട്നായിക്കിന്റെ പാർട്ടി, അതൊക്കെ ഒരു കരിസ്മാറ്റിക് ലീഡറുടെ ഭാഗമായിട്ട് അത്തരത്തിൽ ഉണ്ടാവുകയും, പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ കരിസ്മാറ്റിക് ലീഡർ പോയി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഓർഗനൈസേഷൻ അധികം നിലനിൽപ്പില്ല. ഇപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് ഉദാഹരണം ജയലളിതയുടെ കാര്യം എടുക്കാം. ജയലളിത മരിച്ചോട് കൂടിയിട്ട് ആ പാർട്ടി പഴയ ഒരു പ്രതാപത്തിൽ ഇല്ലാണ്ട് ആയിപ്പോയി, തീരെ അങ്ങ് മങ്ങിപ്പോയി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ലീഡർ, കരിസ്മാറ്റിക് ലീഡറുടെ ചുറ്റിപ്പറ്റിയാണ് അവരുടെ ഓർഗനൈസേഷൻ നിലനിൽക്കുന്നത്. ഓക്കെ, ഇത് കരിസ്മാറ്റിക് അതോറിറ്റിയുടെ പ്രശ്നമാണ്, എല്ലായിടത്തും ഇതേ പ്രശ്നം ഉണ്ടായിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ ഉള്ളൊരു അതോറിറ്റിയാണ് ലീഗൽ റാഷണൽ അതോറിറ്റി. ദിസ് അതോറിറ്റി ഈസ് ബേസ്ഡ് ഓൺ ദ സിസ്റ്റം ഓഫ് ലോസ്, rules and formal positions. It is often
associated with bureaucracy and efficiency. ഇത് പ്രത്യേകിച്ച് എന്താ പറയുക റൂൾ ബേസ്ഡ് ആണത്. ഒരു ഡെസിഗ്നേഷൻ അവർക്ക് അസൈൻ ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് കിട്ടുന്ന ഒരു അതോറിറ്റിയാണ്. ഇവർക്ക് കരിസ്മാറ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും പവർ ഉണ്ടായിരിക്കില്ല, ഹെറിഡിറ്ററി ആയിട്ട് എന്തെങ്കിലും പവർ ഉണ്ടായിരിക്കില്ല. പക്ഷെ ബൈ വെർച്യൂ ഓഫ് ദെയർ പൊസിഷൻ അവർ ഒരു അതോറിറ്റി എക്സസൈസ് ചെയ്യാൻ അവർക്ക് സാധിക്കുന്നു. ഓക്കെ, ഈ മറ്റ് രണ്ട് അതോറിറ്റിയും ബ്യൂറോക്രസിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതല്ല. ലീഗൽ ആൻഡ് റാഷണൽ അതോറിറ്റിയാണ് ആക്ച്വലി ബ്യൂറോക്രസിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. ലീഗൽ ആൻഡ് റാഷണൽ അതോറിറ്റിയാണ് എല്ലാ ബ്യൂറോക്രാറ്റിക് പൊസിഷനുകളിലും അതോറിറ്റി അസൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അതാണ് ലീഗൽ ആൻഡ് റാഷണൽ അതോറിറ്റിയാണ് ബ്യൂറോക്രസിയുടെ ഒരു പ്രധാനപ്പെട്ട ഘടകം എന്നുള്ളതുകൊണ്ട് നമ്മൾ ഈ ലീഗൽ റാഷണൽ ബ്യൂറോക്രസിയെ കുറിച്ച് അതിന്റെ ഫീച്ചർ എന്താണെന്ന് നോക്കാം. ഓക്കെ, official business is conducted on a continuous and regulated basis. ഒഫീഷ്യൽ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഏത് ബിസിനസ് ആയാലും ബ്യൂറോക്രസിയിൽ ആ ബിസിനസ് കണ്ടിന്യൂസ് ആണ്. ഓക്കെ, ആര് വരുന്നു ആര് പോകുന്നു എന്നുള്ളത് അവിടെ പ്രശ്നമില്ല, ബിസിനസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ വളരെ റെഗുലേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ നടത്തും. ഏതെങ്കിലും ഒരാൾ വന്ന് അയാളുടെ രീതിയിൽ അതോറിറ്റി എക്സസൈസ് ചെയ്ത് വേറെ ആൾ വരുമ്പോൾ വേറെ രീതിയിലല്ല. ഓക്കെ, അത് ആ പൊസിഷനിൽ ഏത് തരത്തിലുള്ള എത്ര കോമ്പിറ്റൻസ് ആണ് ആ പൊസിഷൻ ഉള്ളത് അതിനനുസരിച്ചിട്ടുള്ള അതോറിറ്റി അവർ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അത് വളരെയധികം റെഗുലേറ്റഡ് ആയിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ രണ്ടാമത്തെ an administrative agency functions in accordance with the stipulated rules and is characterized by 3 interrelated attributes. അത് ഏതൊക്കെയാണെന്ന് നോക്കാം, 3 The power and functions of each official is defined in terms of impersonal criteria. ഇംപേഴ്സണൽ എന്നുള്ളൊരു വാക്ക് പലപ്പോഴും ഇനി റിപ്പീറ്റ് ചെയ്യും, അതൊന്ന് ശ്രദ്ധിക്കണം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏത് ഓഫീസിൽ ആരിരിക്കുന്നു എന്നുള്ളതല്ല, ഓരോ ഓഫീസിന് നേരത്തെ പറഞ്ഞ കളക്ടർ അല്ലെങ്കിൽ ഒരു കമ്മീഷണർ, അതല്ലെങ്കിൽ ഒരു DGP, അതല്ലെങ്കിൽ ചീഫ് സെക്രട്ടറി, ആ പൊസിഷൻ അനുസരിച്ചിട്ടാണ് പവറും അതുപോലെ തന്നെ അവരുടെ ഫങ്ഷൻ എന്താണെന്നും ഡിഫൈൻ ചെയ്യാം. ഓക്കെ, അവിടെ ആര് വന്നിരിക്കുന്നു എന്നുള്ളത് ഒരു പ്രശ്നമേ അല്ല. ഓക്കെ, അടുത്തത് ദ ഒഫീഷ്യൽ ഈസ് ഗിവൺ മാച്ചിങ് അതോറിറ്റി ടു ക്യാരി ഹിസ് റെസ്പോൺസിബിലിറ്റി. ഇത് നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് അപ്രോച്ച് പറഞ്ഞപ്പോൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ. ഒരു അതോറിറ്റിക്ക് മാച്ചിങ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി കൊടുക്കണം, അതേപോലെ തന്നെ റെസ്പോൺസിബിലിറ്റിക്ക് മാച്ചിങ് ആയിട്ടുള്ള അതോറിറ്റി കൊടുക്കണം എന്നുള്ളത്. അത് ആ ഒരു പോയിന്റാണ് അതിൽ പറയുന്നത്. The means of compulsion at his disposal are strictly limited and the conditions under which their employment is legitimate are clearly defined. ഇതും വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ ഒരു പൊസിഷനിൽ എത്തി എന്നുള്ളതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാമെന്നില്ല, അതിനും വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ട്. ഓക്കെ, ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ഒരു പോലീസ് സ്റ്റേഷൻ അല്ലെങ്കിൽ ഒരു ഏരിയയിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് SHO, സ്റ്റേഷൻ ഹൗസ് ഓഫീസർ എന്ന് പറഞ്ഞത്. ഈ സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് മുമ്പിലാണ് മിക്കവാറും എല്ലാ ക്രൈമുകളും എത്തുക. ഓക്കെ, ചിലപ്പോൾ വീട്ടിൽ കള്ളുടിച്ച് വന്ന് ഭാര്യ അടിച്ചതായിരിക്കാം, അല്ലെങ്കിൽ കഞ്ചാവ് വലിച്ചിട്ട് അയൽവക്കാരനെ കുത്തിയതായിരിക്കാം, അല്ലെങ്കിൽ അതിർത്തി തർക്കത്തിൽ വന്ന് പ്രശ്നമായിരിക്കാം. അപ്പം അതിൽ SHOനെ അതിൽ വളരെ ക്ലിയർ ആയിട്ടുള്ള റൂൾ ബൗണ്ടഡ് ആണ്. അദ്ദേഹത്തിന് അവരെ പിടിച്ചിടിക്കാനോ അല്ലെങ്കിൽ അതേപോലെ തന്നെ അയാളെ പിടിച്ച് കുത്താനോ ഉള്ള അവകാശമുണ്ടോ അല്ലെങ്കിൽ അധികാരമുണ്ടോ? ഇല്ലല്ലോ. അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിലവിലൊരു കോഡുണ്ട്, ഭാരത് ന്യായ സംഹിത. ഇത് വെച്ചിട്ട് ഏതിലാണ് ഇദ്ദേഹം തെറ്റുകാരനാവുന്നത് എന്ന് നോക്കുക. എന്നിട്ട് ആ നമ്പർ വെച്ചിട്ട് ഇദ്ദേഹത്തിനൊരു കേസ് ചാർജ് ചെയ്യുക. ഈ കേസ് ചാർജ് ചെയ്തതിന് ശേഷം ഇദ്ദേഹം മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുകയാണ് ചെയ്യേണ്ടത്, അല്ലേ? പിന്നീടാണ് അതിൻ്റെ ട്രയൽ തുടങ്ങി. ആ ട്രയലിൽ വീണ്ടും പബ്ലിക് പ്രോസിക്യൂട്ടർ ഇയാൾ തെറ്റുകാരനാണെന്ന് കണ്ടെത്തിയതിന് ശേഷമാണ് ശിക്ഷ. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ അതായത് സ്ട്രിക്ട്ലി ലിമിറ്റഡ് ആണ്. ഒരു SHO അദ്ദേഹമാണ് അവിടുത്തെ ക്രമസമാധാന പാലനം എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്നത് ഇത്രയേ ഉള്ളൂ. കൃത്യമായിട്ട് അയാൾ ഏതൊക്കെ
തരത്തിലുള്ള വയലേഷൻസ് നടത്തി ഭാരത് ന്യായ സംഹിതയെന്ന് അല്ലെങ്കിൽ പഴയ നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡിൽ എത്ര വയലേഷൻ ഉണ്ട്, അതിൽ ഏത് വയലേഷനാണ് ഇദ്ദേഹം നടത്തിയത് എന്ന് കൃത്യമായി പോയിന്റ് ഔട്ട് ചെയ്യും. അതിൻ്റെ തെളിവ് ശേഖരിക്കുക, അത് കൃത്യമായിട്ട് പ്രോസിക്യൂട്ടർക്ക് സബ്മിറ്റ് ചെയ്യുക. അതിനുശേഷം ആ ട്രയലിൽ സക്സസ്ഫുൾ ആവാനുള്ള രീതിയിലുള്ള അന്വേഷണം നടത്തുക. ഇത് ഇദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലാതെ അയാൾ മുന്നിൽ തന്നെ നടന്ന ഒരു ക്രൈമാണെന്ന് വിചാരിക്കാം, നമുക്കൊന്നും ചെയ്യാൻ. ഇപ്പോൾ ഒരാളെ വെടിവെച്ചു വന്നു, അപ്പോൾ നമുക്ക് അയാൾ തന്നെ സ്വയം വിചാരിക്കണം, ഓക്കെ ഇയാൾ വെടിവെച്ചു വന്നല്ലോ, ഇയാൾ നമുക്ക് വെടിവെച്ചു കൊല്ലാൻ പറ്റില്ലല്ലോ. അത്തരത്തിലുള്ള വളരെ ലിമിറ്റഡ് ആണ് ബ്യൂറോക്രസിയിലെ ഓരോ പൊസിഷനും. അത് ഏത് പൊസിഷനാണോ ആ പൊസിഷനിലുള്ള ഫങ്ഷൻസും പവറും വളരെ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ തന്നെ എവറി ഒഫീഷ്യൽ ആൻഡ് എവറി ഓഫീസ് ഈസ് പാർട്ട് ഓഫ് ഹയറാർക്കി ഓഫ് അതോറിറ്റി. ഹയർ ഒഫീഷ്യൽസ് ഓർ ഓഫീസേഴ്സ് പെർഫോം സൂപ്പർവിഷൻ ആൻഡ് ലോവർ ഓഫീസേഴ്സ് ആൻഡ് ഒഫീഷ്യൽസ് ഹാവ് ദ റൈറ്റ് ടു അപ്പീൽ. ഇതിൽ നിങ്ങൾ മനസ്സിലായല്ലോ, ഒരു ഹയറാർക്കിയുടെ ഭാഗമായിട്ടാണ് ഉള്ളത്. പല തരത്തിലും സൂപ്പർവിഷൻ മുകൾ ഭാഗത്ത് ഉണ്ടായിരിക്കും. എന്തെങ്കിലും തെറ്റായിട്ടുള്ള നടപടിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പീൽ ചെയ്യാനുള്ള റൈറ്റും താഴെയുള്ള ഒഫീഷ്യൽസിനുണ്ട്. മുകളിലുള്ള ഓഫീസേഴ്സിന് ഇവരെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യും. അവർക്ക് ചെയ്തത് ശരിയാണോ, ചെയ്ത രീതിയിലാണ് ചെയ്യുന്നത് എന്ന് മോണിറ്റർ ചെയ്യാനും അവരെ ഗൈഡ് ചെയ്യാനുള്ള റൈറ്റ് ഹയർ ഓഫീഷ്യൽസിനുണ്ട്. ഇനി തെറ്റായ നടപടികൾ, വല്ല പണിഷ്മെന്റോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള റോങ് ഡയറക്ഷനോ കൊടുത്താൽ അത് അപ്പീൽ ചെയ്യാനുള്ള അവകാശം താഴെയുള്ള ഓഫീസുകൾക്കുണ്ട്. Officials do not own resources necessary for rendering the duties, but they are accountable for the official resources. Official business and private affairs, official revenue and private income are strictly separated. ഇത് പ്രത്യേകിച്ച് അതിൻ്റെ ഒരു റിസോഴ്സ് യൂട്ടിലൈസേഷനാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഗവൺമെൻറ് ആണെങ്കിൽ ഗവൺമെൻറ്റിന് ഒരുപാട് റിസോഴ്സ് ഉണ്ടായിരിക്കും, അത് ഒരിക്കലും ആ ഓഫീസ് ഓൺ ചെയ്യുന്നില്ല. അതേസമയം അത് യൂസ് ചെയ്യുമ്പോൾ കൃത്യമായിട്ടുള്ള മാനദണ്ഡത്തിൽ വേണം ഉപയോഗിക്കാൻ. ഒരു എന്താ പറയുക, ഒരു എക്കണോമിക് മാൻ, ഒരു കോമൺ സെൻസ് ഉപയോഗിച്ചിട്ട് വേണം ഉപയോഗിക്കാൻ. അതല്ലാതെ അത് ഉപയോഗിക്കുകയോ അതിൽ പ്രശ്നങ്ങളുണ്ടാവും, എന്താ പറയുക, അനാവശ്യമായിട്ടുള്ള ചെലവഴിക്കല് അല്ലെങ്കിൽ ചെലവഴിക്കാതിരിക്കല്, ഇതിലൊക്കെ ഈ പറഞ്ഞ വ്യക്തി അക്കൗണ്ടബിൾ ആയിരിക്കും. ആ സമയത്ത് ആ വ്യക്തി അക്കൗണ്ടബിൾ ആയിരിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരുടേതല്ലെങ്കിൽ കൂടി, റിസോഴ്സസ് അവരുടേതല്ലെങ്കിൽ കൂടി അത് ഉപയോഗിക്കേണ്ടത് വളരെ കൃത്യമായി ഉപയോഗിക്കേണ്ടത് ആ ഒഫീഷ്യലിൻ്റെ ചുമതലയാണ്. ഓഫീസസ് കനോട്ട് ബി അപ്രോപ്രിയേറ്റഡ് ബൈ ഇൻക്യുബൻസ് ആസ് പ്രൈവറ്റ് പ്രോപ്പർട്ടി. അത് നമുക്കറിയാലോ, ഒരു എന്താ പറയുക, പ്രൈവറ്റ് പ്രോപ്പർട്ടി പോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. മെയിനായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഈ വണ്ടികളൊക്കെ ഉണ്ടല്ലോ, ഒഫീഷ്യൽസിന് കൊടുക്കുന്ന വണ്ടികൾ, അത് പ്രൈവറ്റായിട്ട് ഉപയോഗിക്കുമ്പോഴൊക്കെ മീഡിയാസിൽ നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് കാണാമല്ലേ. അതേപോലെ തന്നെ ഒഫീഷ്യൽ കാര്യങ്ങൾക്കായിട്ട് കൊടുക്കുന്ന ഓർഡർലീസ് അല്ലെങ്കിൽ അസിസ്റ്റൻ്റ് ചെയ്യുന്ന സ്റ്റാഫുകളെ കൊണ്ട് വീട്ടിലെ പണിയെടുപ്പിക്കാം, ഇതൊക്കെ ഇതിൽ വരുന്നതാണ്. ഓഫീസേഴ്സ് കനോട്ട് ബി അപ്രോപ്രിയേറ്റഡ് ബൈ ദ ഇൻക്യുബൻസ് ആസ് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഈസ് കണ്ടക്റ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് റിട്ടൺ ഡോക്യുമെന്റ്സ്. ഈ റിട്ടൺ ഡോക്യുമെന്റ്സ് നമ്മൾ നേരത്തെ പറഞ്ഞാണ് ഈ റൂൾസ് ഡിഫൈൻ ചെയ്യുന്നതിൽ എല്ലാത്തിലും ഒരു റിട്ടൺ ഡോക്യുമെന്റ്സ് ഉണ്ട്. ആ റിട്ടൺ ഡോക്യുമെന്റ്സിനനുസരിച്ചിട്ടാണ് അഡ്മിനിസ്ട്രേഷൻ ചെയ്യേണ്ടത്. നമ്മുടെ മനോവ്യാപാരത്തിനനുസരിച്ചിട്ട് മാറ്റാനും കുറയ്ക്കാനും പറ്റില്ല. കൃത്യമായ റൂൾസ് എഴുതിയിട്ടുണ്ടായിരിക്കും. ആ റൂൾസിനനുസരിച്ചിട്ട് എന്ത് പ്രവൃത്തിയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് അതിനനുസരിച്ചുള്ള പ്രവൃത്തിയാണ് ചെയ്യുക. അതല്ലാതെ നമുക്ക് തോന്നുന്ന ആ ഓഫീസിലിരിക്കുമ്പോൾ നമുക്ക് പലതും തോന്നും, ആ തരത്തിൽ ബ്യൂറോക്രസിയിൽ അനുവദനീയമല്ല. അടുത്ത ഒഫീഷ്യൽസിൻ്റെ ഫീച്ചേഴ്സാണ്. നമ്മൾ നേരത്തെ പറഞ്ഞത് ഈ ലീഗൽ റാഷണൽ അതോറിറ്റി അല്ലെങ്കിൽ ലീഗൽ റാഷണൽ ബ്യൂറോക്രസി എങ്ങനെയായിരിക്കും, അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്നാണ് പറഞ്ഞത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചോട്ടോ, അല്ലെങ്കിൽ ഞാൻ ഇത് എടുക്കാൻ പോവാണ്. ഓക്കെ, നമുക്ക് ഇതും കൂടി കംപ്ലീറ്റ് ചെയ്യാം. അതിനുശേഷം ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയച്ചേക്കൂ. കാരണം എന്ന് വെച്ചാൽ ഇത് വളരെ ഡ്രൈ ആയിട്ടുള്ളൊരു ടോപ്പിക് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഈവൻ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് ഇതെങ്കിൽ കൂടി. ഓക്കെ, ഒഫീഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് officials. The staff are personally free
observing only the impersonal duty of their officers. ഓക്കെ, സോ പേഴ്സണലി ഇവര് ഇതില് ബൗണ്ട് ചെയ്യില്ല. ബൗണ്ട് ചെയ്യുന്നത് എപ്പോഴാണെന്ന് നിങ്ങൾക്കറിയാലോ. അവർ കൃത്യമായിട്ട് റൂൾ അനുസരിക്കാതെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് അവർ പേഴ്സണലി അവർ അതിന് അക്കൗണ്ടബിൾ ആവും. അല്ലാത്ത സമയത്ത് റൂൾ ബേസ്ഡ് ആണെങ്കിൽ അവർ പേഴ്സണലി അവർക്ക് യാതൊരു പ്രശ്നമില്ല, എന്താണോ ചെയ്യേണ്ടത് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഉദാഹരണത്തിന് കൂടുതൽ റിസോഴ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് ചെയ്യാം, അല്ലെങ്കിൽ താഴെയുള്ള ഓഫീസിൽ ഉള്ള സബോർഡിനേറ്റിനെ പണിഷ്മെന്റ് ചെയ്യണമെങ്കിൽ അതും പണിഷ്മെന്റ് ചെയ്യാം. അതല്ല, സെർട്ടൺ ആക്ഷൻസ്, ചില മിലിറ്ററി ആക്ഷൻസ് ആയാലും ശരി, പോലീസ് ആക്ഷൻസ് ആയാലും ശരി, ആ സമയത്ത് എന്താണോ റൂളിലുള്ളത് അതിനനുസരിച്ച് അവർക്ക് ചെയ്യാം. അതിന് അദ്ദേഹം അക്കൗണ്ടബിൾ അല്ല. ഓക്കെ, അത് സ്റ്റേറ്റ് ആയിരിക്കും അക്കൗണ്ടബിൾ, വ്യക്തി അക്കൗണ്ടബിൾ അല്ല. വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് വ്യക്തിഗതമായിട്ടുള്ള മിസ്റ്റേക്ക് സംഭവിച്ചിട്ടില്ലെങ്കിൽ. ഓക്കെ, they are appointed to an position on the basis of a contract. ഒരു കോൺട്രാക്ട് ബേസിസിൽ ഇവരെ അപ്പോയിന്റ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇത് എന്തെങ്കിലും നേരത്തെ പറഞ്ഞ ഇത് എന്തിനാണ് പറയുന്നത് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, തലമുറയായിട്ട് ഇവർക്ക് പകർന്നു കിട്ടിയതോ അല്ലെങ്കിൽ ഇവർ വില്ലിങ്ങിലി വോളണ്ടറി ആയിട്ടോ ചെയ്യുന്നതല്ല. ഇത് കൃത്യമായിട്ട് കോൺട്രാക്ട് വെച്ച് ഇന്ന രീതിയിലുള്ള ജോലികളാണ് നിങ്ങൾക്കുള്ളത്, ഇന്ന രീതിയിൽ നിങ്ങൾ അഡ്ഹിയർ ചെയ്യണം എന്ന് വ്യക്തമായ വ്യവസ്ഥ വെച്ച്, അതേപോലെ തന്നെ ഇന്ന രീതിയിൽ സാലറി, അതിന്റെ റെമ്യൂണറേഷൻ നിങ്ങൾക്ക് നൽകും എന്ന കോൺട്രാക്റ്റിലാണ് ഇവര് ജോലി കയറുന്നത്, ഏത് ബ്യൂറോക്രാറ്റ് ആയാലും. An official exercises authority delegated to him in accordance with the impersonal rule, and his loyalty is expressed through faithful execution of his official duties. ഇതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ ഈ സിനിമകളിലൊക്കെ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ഇതാണ്. ആൻ ഒഫീഷ്യൽ എക്സസൈസ് അതോറിറ്റി ഡെലിഗേറ്റഡ് ടു ഹിം ഇൻ അക്കോർഡൻസ് വിത്ത് ഇംപേഴ്സണൽ റൂൾ. പേഴ്സണൽ ആയിട്ട് എടുത്തിട്ടല്ല ഈ കാര്യങ്ങളൊന്നും ചെയ്യുന്നത്, ഇത് ഇംപേഴ്സണൽ റൂളാണ്. എന്താണോ ആ പൊസിഷൻ ഡിമാൻഡ് ചെയ്യുന്നത് അതാണ് ചെയ്യേണ്ടത്. ഓക്കെ, അതല്ലാതെ വേറെ പലതരത്തിലും നമുക്ക് മോട്ടിവേഷൻ ഉണ്ടായിരിക്കും, അതല്ല ചെയ്യേണ്ടത്. ഇംപേഴ്സണൽ റൂൾസ് വെച്ചിട്ടാണ്. ഇദ്ദേഹത്തിന്റെ ലോയൽറ്റി എങ്ങനെയാണ് കാണിക്കേണ്ടത്? എക്സ്പ്രസ്ഡ് ത്രൂ ഫെയ്ത്ത്ഫുൾ എക്സിക്യൂഷൻ ഓഫ് ഹിസ് ഒഫീഷ്യൽ ഡ്യൂട്ടി. സ്വന്തം ഒഫീഷ്യൽ ഡ്യൂട്ടി എങ്ങനെയാണോ അത് വളരെ വിശ്വസ്തമായി, സത്യസന്ധമായി, ആത്മാർത്ഥതയോടുകൂടി കാണിക്കുക എന്നുള്ളതാണ് ഇവരുടെ ലോയൽറ്റി എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ, his appointment and job placements depend upon his professional qualifications. ക്വാളിഫൈഡ് ആയിട്ടുള്ള വ്യക്തികളെ ആണ് ഇതിലെടുക്കുന്നത്. ആ ക്വാളിഫിക്കേഷൻ ഹയർ ചെയ്യുന്നതും വളരെ റാഷണൽ ആയിട്ടാണ് ഹയർ ചെയ്യുന്നത്. ഓക്കെ, ഒരു വ്യക്തിയെ എങ്ങനെയാണ് ഹയർ ചെയ്യേണ്ടത്? ഏതെങ്കിലും ബന്ധത്തിലുള്ളതോ പരിചയക്കാരനെയോ അല്ല ബ്യൂറോക്രാറ്റായിട്ട് ഹയർ ചെയ്യേണ്ടത്. വളരെ റാഷണൽ ആയിട്ട് ഇംപേഴ്സണൽ ആയിട്ടുള്ള ഒരു ഹയറിങ് ഇതിൽ ആവശ്യമാണ്. His administrative work is full-time occupation. Full-time occupation ആണ്. His work is rewarded by regular salary, by prospect of career advancement. നമ്മൾ നേരത്തെ പറഞ്ഞാണ്. There is a clear-cut hierarchy of officials. He is subjected to a unified control and disciplinary system. ഏതൊരു വ്യക്തിയായാലും അയാൾ ഒരു യൂണിഫൈഡ് കൺട്രോളിലായിരിക്കും, ഒരു ഡിസിപ്ലിനറി സിസ്റ്റത്തിനകത്തായിരിക്കും ഇവർ വർക്ക് ചെയ്യുന്നത്. ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിക്കട്ടോ. ഒരാൾ പോലും ആകെ 3-4 ആളാണുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും അതിൽ ഡൗട്ടോ എന്തെങ്കിലും അല്ലെങ്കിൽ ക്ലിയർ ചെയ്യാനുള്ളതോ അല്ലെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സംസാരിക്കാം. ഓക്കെ, ഇപ്പൊ നമുക്ക് അടുത്തത് ഇനി ബ്യൂറോക്രസിയുടെ എലമെന്റ്സ് ഒന്ന് നമുക്ക് നോക്കാം. കുറച്ച് ഓൾമോസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, പക്ഷെ ബ്യൂറോക്രസി ആയിട്ട് ബന്ധപ്പെട്ട ബ്യൂറോക്രസി ആവണമെങ്കിൽ എന്തൊക്കെ ആവണം എന്നുള്ള ഒരു ഇതാണ് പറയുന്നത്. നേരത്തെ ഒഫീഷ്യൽസിൻ്റെയും അതേപോലെ അതോറിറ്റിയുടെയും കമ്പണൻസ് തന്നെയാണ് ഇതിലുള്ളത്. കുറച്ചുകൂടി വേറെ രീതിയിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, ഇപ്പൊ നോക്കാം. ഫസ്റ്റ്, impersonal order. Authority is exercised based on established rules and not personal relationships or preferences.
അങ്ങനെ നമുക്ക് പേഴ്സണൽ എന്ത് പ്രിഫറൻസ് ഉണ്ടോ, അല്ലെങ്കിൽ പേഴ്സണലി റിലേഷൻഷിപ്പിനനുസരിച്ച് നമ്മൾ റൂൾ ചെയ്താൽ ഉള്ള പ്രശ്നം നിങ്ങൾക്കറിയാമല്ലോ അല്ലേ. അത് ഒരു ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചറിലായാലും ശരി, കുറച്ച് ജോലിക്കാരോട് ഒരു തരത്തിൽ, കുറച്ച് ജോലിക്കാരോട് വേറെ തരത്തിൽ പെരുമാറിക്കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടായിരിക്കും. അതേപോലെ തന്നെ ജനങ്ങളോട്, പണക്കാരനോട് ഒരു രീതിയിൽ, പാവപ്പെട്ടവനോട് ഒരു രീതിയിൽ പെരുമാറിക്കഴിഞ്ഞാൽ എന്തുണ്ടായിരിക്കും എന്ന് നമുക്കറിയാം. അപ്പം അതൊന്നും ശരിയല്ല. ഇംപേഴ്സണൽ ആയിട്ടുള്ള ഓർഡർ ആയിരിക്കണം, ആ അതോറിറ്റി എക്സസൈസ് ചെയ്യേണ്ടത് ആ രീതിയിലായിരിക്കണം. അടുത്ത റൂളിനെ കുറിച്ചാണ്. ഫോർമൽ ഗൈഡ് ലൈൻസ് ദാറ്റ് ഗവേൺ ദ ബിഹേവിയർ ഓഫ് ഇൻഡിവിജ്വൽസ് വിത്തിൻ ആൻ ഓർഗനൈസേഷൻ സിസ്റ്റം എൻഷുറിങ് കൺസിസ്റ്റന്റ് ഡിസിഷൻ മേക്കിംഗ്. ഇത് ഫോർമൽ ഗൈഡ് ലൈൻ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു ഗൈഡ് ലൈൻ കൊടുത്തിരിക്കണം, എങ്ങനെ റൂൾ ചെയ്യണം. ഒരു ലെറ്റ്സ് നമുക്കൊരു പറയാം, ഒരു ഹോസ്പിറ്റലിൽ എങ്ങനെയാണ് അതിൻ്റെ പ്രോട്ടോകോൾ വേണ്ടത്. ഒരു പനിയായിട്ട് വന്നു, ചുമയായിട്ട് വന്നു, അപ്പോൾ എന്ത് ചെയ്യണം. ഡോക്ടർമാർക്ക് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, അതിലും ഒരു പ്രോട്ടോകോൾ ഉണ്ട്. ഓക്കെ. അപ്പോൾ ചില തരത്തിലുള്ള രോഗമായിട്ട് വന്നു കഴിഞ്ഞാൽ അവരെ ഇന്ന രീതിയിൽ അവരെ കിടത്തി അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ഒബ്സർവ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ആ ഒബ്സർവ് ചെയ്യേണ്ട കാര്യങ്ങളിൽ ആ ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ഫോർമൽ ഗൈഡ് ലൈൻസ് ഉണ്ടായിരിക്കെ അയാളെ എന്തെങ്കിലും മരുന്ന് കൊടുത്ത് പറഞ്ഞു വിടാൻ പാടില്ല. ഓക്കെ. എന്തെങ്കിലും തരത്തിലുള്ള എക്സാമിനേഷൻ, ടെസ്റ്റുകൾ നടത്തേണ്ടത് അതിനൊരു ഗൈഡ് ലൈൻ ഉണ്ട്. അതുപോലെ തന്നെ ഡോസേജ്, മെഡിസിൻ. ഇപ്പോൾ ബ്ലഡ് പ്രഷർ, ഈ ബ്ലഡ് പ്രഷർ എന്ന് പറഞ്ഞാൽ പല സമയത്തും പല രീതിയിൽ ഉള്ള, ഫസ്റ്റ് നമ്മുടെ ബ്ലഡ് പ്രഷർ 120 to 80 ആണെന്ന് അറിയാലേ. പെട്ടെന്ന് ഒരാൾ വന്ന് 139 ഒക്കെ കാണിച്ചു കഴിഞ്ഞാൽ അയാൾ എന്താ കാണിക്കും, അയാൾക്ക് മരുന്ന് എഴുതി കൊടുത്ത് പറഞ്ഞു വിടാൻ പാടില്ല. അയാൾ എന്ത് ചെയ്യണം, വീണ്ടും ഒരാഴ്ച കഴിഞ്ഞ് വരാൻ റിക്വസ്റ്റ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ വീണ്ടും അതിൽ അതേപോലെ 140 അടുത്ത് വരുന്നുണ്ടെങ്കിൽ പിന്നെ മെഡിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യണം. അതേപോലെ തന്നെ ചിലപ്പോൾ പെട്ടെന്ന് വന്ന ഒരാൾക്ക് 190 or 200 പ്രഷർ ഉണ്ട്. അത് വളരെ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ആണ്. അപ്പോൾ അത് കൃത്യമായിട്ടുള്ള മോണിറ്ററിങ് അയാളിന് ചെയ്യിക്കണം. ഓക്കെ. അപ്പോൾ അതാ പറഞ്ഞു വെച്ചാൽ ഫോർമൽ ഗൈഡ് ലൈൻസ് അത് ജസ്റ്റ് ഒരു ഹെൽത്തിൻ്റെ മാത്രമല്ല, എവിടെയായാലും അത്തരത്തിലുള്ള ഫോർമൽ ഗൈഡ് ലൈൻസ് ഉണ്ട്. ഉദാഹരണത്തിന് ഇപ്പം നേരത്തെ പറഞ്ഞു പോലീസ് സ്റ്റേഷൻ, ഇവർക്കും അതെ, ഒരു കുറ്റവാളിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അതിനൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് എഴുതിയ ഗൈഡ് ലൈൻസ് ഉണ്ട്, ഇന്ന ചട്ടങ്ങൾ, അതിനനുസരിച്ചിട്ട് പ്രവർത്തിക്കണം. അത് ഏത് സ്ഥലങ്ങളിലായാലും ശരി, റവന്യൂ ആയാലും ശരി, പോലീസ് ആയാലും ശരി, ഹെൽത്ത് ആയാലും ശരി, എല്ലായിടത്തും ഇത്തരത്തിലുള്ള ഫോർമൽ ഗൈഡ് ലൈൻസ് ഉണ്ട്. അല്ല നമ്മുടെ വിചാരത്തിന് ഓക്കെ ഇയാൾ ഇങ്ങനെയാണല്ലേ, അപ്പം ഇയാളെ പിടിച്ച് അകത്താക്കാം, അങ്ങനെ, അല്ലെങ്കിൽ ഇയാൾക്ക് ഇത്ര പ്രഷർ ഉണ്ടല്ലോ, അപ്പം നമുക്ക് വലിയ വലിയ ഡോസിലെ മരുന്ന് കൊടുത്തേക്കാം. അങ്ങനെ നമുക്ക് ഈവൻ യു ആർ കോമ്പിറ്റന്റ് ഇനഫ് ടു ഡു ദാറ്റ്. നിങ്ങൾക്ക് അത്രയും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ കൂടി നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാനുള്ള അവകാശമില്ല. നിങ്ങൾ റൂൾ എന്താണോ അത് ഫോളോ ചെയ്യണം. ഓക്കെ. അതുപോലെ തന്നെ അടുത്ത സ്ഫിയർ ഓഫ് കോമ്പിറ്റൻസ്, ക്ലിയർലി ഡിഫൈൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ഡ്യൂട്ടീസ് അസൈൻഡ് ടു ഇൻഡിവിജ്വൽ ബേസ്ഡ് ഓൺ ദെയർ എക്സ്പെർട്ടീസ് ആൻഡ് പൊസിഷൻ. ഈ പവർ ആൻഡ് ഫംഗ്ഷൻ്റെ വേറൊരു രീതിയിലാണ്, ഏത് പവറാണ് ഏത് ഫംഗ്ഷനാണ് അവർ കൊടുക്കേണ്ടത് എന്നുള്ളതിന് ക്ലിയർലി ഡ്യൂട്ടീസും, നേരത്തെ പറഞ്ഞ ചട്ടങ്ങൾ എഴുതുന്ന പോലെ തന്നെ ഡ്യൂട്ടീസ് എന്താണെന്നും അതും അസൈൻ ചെയ്യുന്നുണ്ട്. എന്തിലാണ് നിങ്ങൾ ഇടപെടേണ്ടത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അടുത്ത ഹൈറാർക്കി, a structured ranking system where authority flows from higher levels to lower level within an organization. കംപ്ലീറ്റ് ആൾക്കാർ ഒരു ഹൈറാർക്കിക്ക് ഉള്ളിൽ വേണം എന്നുള്ളത്. ഓക്കെ. സെപ്പറേഷൻ ഓഫ് പേഴ്സണൽ ആൻഡ് പബ്ലിക് എൻഡ്സ്, ഇൻഡിവിജ്വൽസ് ഇൻ പൊസിഷൻ ഓഫ് അതോറിറ്റി മസ്റ്റ് കീപ് പേഴ്സണൽ ഇൻട്രസ്റ്റ് സെപ്പറേറ്റ് ഫ്രം ദെയർ ഒഫീഷ്യൽ ഡ്യൂട്ടീസ് ആൻഡ് പബ്ലിക് റെസ്പോൺസിബിലിറ്റീസ്. നമ്മൾ പല സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. പേഴ്സണൽ ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ടല്ല ഒരു ഓഫീസ് ഹാൻഡിൽ ചെയ്യേണ്ടത്. റിട്ടൺ ഡോക്യുമെന്റ്സ്, ഒഫീഷ്യൽ പ്രൊസീജിയേഴ്സ്, ഡിസിഷൻസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആർ റെക്കോർഡഡ് ഇൻ റൈറ്റിംഗ് ടു എൻഷുർ അക്കൗണ്ടബിലിറ്റി ആൻഡ് ട്രാൻസ്പെറൻസി. കൃത്യമായിട്ടുള്ള പ്രൊസീജിയർ ആയാലും ശരി, ഡിസിഷൻസ് ആയാലും കമ്മ്യൂണിക്കേഷൻസ് ആയാലും ശരി, ഇത് മുഴുവൻ റെക്കോർഡ് ചെയ്യണം. എഴുതി വെച്ച ഒരു ഡോക്യുമെന്റേഷൻ കൃത്യമായിട്ട് എല്ലായിടത്തും വേണം. ഏതെങ്കിലും ഉദാഹരണത്തിന് വീണ്ടും നമുക്കൊരു ഹെൽത്ത് സെക്ടർ എടുത്തു കഴിഞ്ഞാൽ എത്ര എന്താ പറയുക ഔട്ട് പേഷ്യൻസ് വന്നു
എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അത് നോട്ട് ചെയ്ത് വെക്കണം. അവർക്ക് എന്തൊക്കെ മരുന്നാണ് സജസ്റ്റ് ചെയ്തത്, എന്തൊക്കെ രോഗമാണുള്ളത്, ഇതൊക്കെ കൃത്യമായിട്ട് റിട്ടൺ ഡോക്യുമെന്റ് ആയിട്ട് ഡോക്യുമെന്റ് ചെയ്ത് വെക്കണം. അതേപോലെ തന്നെ ഒരു പോലീസ് സ്റ്റേഷനിലായാലും ശരി, വില്ലേജ് ഓഫീസറിലും ശരി, എവിടെയായാലും നിങ്ങൾക്ക് കാണുന്നത്. അതുകൊണ്ടാണ് ഈ ബ്യൂറോ എന്നുള്ള ഒരു വാക്ക് ഇതുമായിട്ട് എന്താ പറയാ അറ്റാച്ച് ചെയ്ത് വരാൻ കാരണം. ഈ എഴുത്ത് കുത്തുകൾ വളരെ കൂടുതലാണ് ഈ സ്ഥലത്ത്. എല്ലാതും എഴുതി വെക്കുന്നു, അല്ലെങ്കിൽ ആ എഴുതി വെച്ച കാര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നു എന്നുള്ളത്. ബ്യൂറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേബിൾ ആണെന്ന് അറിയാലോ, ഒരു എഴുത്ത് ഉദ്യോഗസ്ഥന്റെ ടേബിളിനെയാണ് ബ്യൂറോ എന്ന് പറയുന്നത്. അപ്പൊ ആ രീതിയിൽ പേര് വരാൻ കാരണം തന്നെ ഈ റിട്ടൺ ഡോക്യുമെന്റ്സിന്റെ ആധിക്യമാണ്. Monocratic type, a system where authority is concentrated in a single leader or office with clear lines of command and authority. മോണോക്രാറ്റിക് സിസ്റ്റം ആണ് ബ്യൂറോക്രസിയിലുള്ളത്. ഒരു സിംഗിൾ ലൈനിലാണ് ഓരോ മിനിസ്ട്രി, അത് ആ മിനിസ്ട്രിയിൽ ഒരു മിനിസ്റ്റർ ഉണ്ടായിരിക്കും, അതിനുശേഷം അതിന് താഴെ സെക്രട്ടറിമാരുണ്ടായിരിക്കും. അങ്ങനെ ഒരു സിംഗിൾ ടോപ്പ് ലീഡറിന്റെ ഒരു ഓൾമോസ്റ്റ് സ്ട്രക്ചറോട് കൂടിയിട്ടാണ് ബ്യൂറോക്രസി ഉണ്ടായിരിക്കുക. ബ്യൂറോക്രസി ഇപ്പം മിക്കവാറും പറഞ്ഞ ഉദാഹരണങ്ങൾ പബ്ലിക് ഓർഗനൈസേഷൻ ആണെങ്കിൽ കൂടി ബ്യൂറോക്രസി പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ മാത്രം ബാധകമായിട്ടുള്ള ഒന്നല്ല. പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷനിലും ബ്യൂറോക്രസി ഒരുപോലെ എന്താ പറയുക ഇന്നെവിറ്റബിൾ ആണ്, അതുപോലെ തന്നെ അതിലാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. ഓക്കെ, ഇനി മാക്സ് വെബർ തന്നെ ബ്യൂറോക്രസിയെ കുറിച്ച് പറയുമ്പോൾ അതിൽ കുറച്ച് ലിമിറ്റേഷൻ പറയുന്നുണ്ട്. Weber was aware of the fact that bureaucracy has inherent tendency of accumulation of power. The sources of this power could be seen in the special knowledge which official possess. കാലക്രമേണ ഒരു ഓരോ പൊസിഷനിലും ഇത്തരത്തിലുള്ള അൺവാണ്ടഡ് പവർ, അവർ പറഞ്ഞാലേ കാര്യങ്ങൾ നടക്കൂ എന്നുള്ള രീതിയിൽ വലിയ പവർ അവർക്ക് അക്യുമുലേറ്റ് ചെയ്യുന്ന ഒരു പ്രശ്നമുണ്ട്. അത് ബ്യൂറോക്രസിയെ വല്ലാത്ത ജീർണതയിലേക്ക് നയിക്കും, ഇൻഎഫിഷ്യൻസിയിൽ നയിക്കും. അപ്പൊ അതിന് വെബർ തന്നെ കുറച്ച് എന്താ പറയാ ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻ പറയുന്നുണ്ട്. ഒന്ന് കൊളീജിയാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പല ഒരു സെലക്ട് ചെയ്യുന്നതില്, അതേപോലെ തന്നെ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ കുറച്ച് എക്സ്പെർട്ട്, ഒരാളല്ല 2-3 ആൾക്കാർ കൂടിയിട്ടുള്ള ഒരു കൊളീജിയം. ഇപ്പൊ നമുക്കറിയാലോ സുപ്രീം കോർട്ടിലെ ജഡ്ജസിനെ, ഹൈക്കോടതി ജഡ്ജസിനെ ഒക്കെ സെലക്ട് ചെയ്യുന്ന കൊളീജിയാണ്. അപ്പൊ അത്തരത്തിലുള്ള കൊളീജിയം കൊണ്ടുവരിക. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ വ്യക്തിയുടെ സ്വന്തം താല്പര്യത്തിനനുസരിച്ച് ഉള്ള കാര്യങ്ങൾ, തീരുമാനങ്ങൾ നടപ്പിലാവില്ല. സെപ്പറേഷൻ ഓഫ് പവേഴ്സ്, ഇതും അതെ. അതായത് ഒരു ഒരൊറ്റ സ്ഫിയറിലെ എല്ലാ കാര്യങ്ങളും ഒരു വ്യക്തിയെ കൊണ്ട് ചെയ്യിക്കാതെ ഓരോ തീരുമാനങ്ങൾ ഓരോ ഘടകങ്ങളാക്കി മാറ്റി കഴിഞ്ഞാൽ അതിൽ ഇത്തരത്തിലുള്ള പവർ അക്യുമുലേഷൻ ചെയ്യുന്നതിൽ കുറവ് വരുന്നതാണ് പറയുന്നത്. പിന്നെ നേച്ചർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ, ഇപ്പൊ ജനങ്ങൾക്ക് താല്പര്യമുള്ള ഈ അഡ്മിനിസ്ട്രേറ്റർ അല്ലാത്ത ആൾക്കാരുണ്ടല്ലോ, നോവൈസ് ആയിട്ടുള്ള ആൾക്കാർ, എന്നാൽ ജനസമ്മതിയുള്ള ആൾക്കാർ, ഇവരെ കൊണ്ട് അഡ്മിനിസ്ട്രേഷനിലെ പദവിയിൽ ഇരുത്തുക ഒക്കെ എന്നുള്ള ഒരു കാര്യം. അതുപോലെ തന്നെ ഡയറക്റ്റ് ഡെമോക്രസി ആൻഡ് റെപ്രസെന്റേഷൻ, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഡയറക്റ്റ് ഡെമോക്രസി വന്നതിലാണ് നമ്മൾ ഈ എന്താ പറയാ ബ്യൂറോക്രസിയുടെ ഒക്കെ വലിയ പവർ ഫങ്ഷൻസ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഡയറക്റ്റ് ഡെമോക്രസിയിലാണ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. അതൊക്കെ ഈ ബ്യൂറോക്രസീനെ കുറയ്ക്കാനുള്ള, അതിന്റെ പവർ കുറയ്ക്കാനുള്ള അല്ലെ. പണ്ട് നമുക്ക് ഈ DRD എന്താ പറയാ, ഡിസ്ട്രിക്ട് റൂറൽ ഡെവലപ്മെന്റ് അതോറിറ്റി, അത്തരത്തിലുള്ള ബ്യൂറോക്രസിയാണ്. IRDC, ഇന്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം, ഇതൊക്കെ നടത്തിയിരുന്നു ആദ്യം ബ്യൂറോക്രാറ്റുകളാണ് നടത്തിയിരുന്നത്. പക്ഷെ ഇപ്പൊ ആ ഫങ്ഷൻസ് ഒക്കെ എന്താ ചെയ്യുന്നത്, ഡയറക്റ്റ് ഡെമോക്രസിയിലാണ് അത് ചെയ്യുന്നത്. അപ്പൊ അത്തരത്തിൽ പവർ അക്യുമുലേറ്റ് ചെയ്യുന്നതിനെ കുറയ്ക്കാനുള്ള മാർഗങ്ങൾ അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയും പുതിയ രീതികൾ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഒരു പ്രോസസ്സാണ്. ഭരണത്തിൽ നമ്മൾ പണ്ട് കാലത്തുള്ള ഒരു ഭരണമല്ലല്ലോ ഇപ്പോൾ ഉള്ളത്. പല ടെക്നോളജി വരുമ്പോൾ വലിയ മാറ്റങ്ങൾ വരും. അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള ഈ എന്താ പറയാ പഞ്ചായത്തി രാജ് ആക്ട് പോലെയുള്ള ചില, അതുപോലെ റൈറ്റ് ടു ഇൻഫർമേഷൻ പോലെയുള്ള പല നിയമങ്ങൾ വരുമ്പോൾ വലിയ മാറ്റങ്ങൾ വരും. ഈ നിയമങ്ങളൊക്കെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇംപ്രൂവ്മെന്റ് പ്രോസസ്സ് വഴിയാണ് ഇതൊക്കെ വരുന്നത്. ഓക്കെ, പണ്ടൊക്കെ എന്താ പറയാ, എപ്പോഴും നമ്മൾ ഈ റോഡിനെ അല്ലെങ്കിൽ ബ്യൂറോക്രസീനെയൊക്കെ ശപിച്ചിരുന്ന, ഇത് നന്നാവില്ല എന്നൊക്കെ പറഞ്ഞിരുന്ന കാലത്തു നിന്നൊക്കെ നമ്മൾ വലിയ മാറ്റങ്ങൾ വന്നു. ഓക്കെ, ഇപ്പോഴും അത് എത്രത്തോളം മാറി എന്നുള്ളതിൽ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ തന്നെ
പഴയ കാലമല്ലല്ലോ. ഇപ്പം നമുക്ക് ഒരു എന്താ പറയാ, എന്തെങ്കിലും ഒരു അപ്ലിക്കേഷൻ തുടങ്ങി 100 രൂപ 200 രൂപ കൈമുടക്കില്ലാതെ നമുക്ക് നമ്മുടെ വീട്ടിലിരുന്ന് നമ്മുടെ ലാപ്ടോപ്പിൽ ചെയ്യാവുന്ന അവസ്ഥ എത്തി. അതേപോലെ തന്നെ ഗവൺമെന്റ് ഉപയോഗിക്കുന്ന വലിയ വലിയ ഫണ്ടുകൾ നമ്മൾ നമ്മുടെ ഒരു വിവരാവകാശം കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന അവസ്ഥ എത്തി. അത്തരത്തിലുള്ള അവസ്ഥ ഉണ്ടെങ്കിൽ അത് ചെയ്യുന്ന ഉദ്യോഗസ്ഥർ വളരെ അക്കൗണ്ടബിൾ ആയിരിക്കും. ഓക്കെ, അത്തരത്തിലുള്ള അക്കൗണ്ടബിലിറ്റിക്കൊക്കെ വലിയ ചേഞ്ചസ് വരുത്താൻ നമ്മുടെ പുതിയ പുതിയ സമയത്ത് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കി. മീൻസ് അത്തരത്തിലുള്ള ഒരു ചേഞ്ച് പ്രോസസ്സും കൂടി നടക്കുന്നതാണ് ഭരണവ്യവസ്ഥ എന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ വേണം. അത് അൾട്ടിമേറ്റ് ആയിട്ട് ഒരു എന്താ പറയുക തിയറി വെച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും റൂൾ വെച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ല. എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് ചെയ്ത് വരുന്ന ഒരു സ്ഫിയറാണ് ഭരണം, മറ്റെല്ലാ സ്ഥലങ്ങളും പോലെ തന്നെ. ഇത് മാക്സ് വെബറിന്റെ ബ്യൂറോക്രസിയെ കുറിച്ചുള്ള വലിയ ക്രിറ്റിസിസം ആണ്, ഒരുപാടുണ്ട്. ഇത് ഞാൻ മുഴുവനായിട്ട് വായിക്കുന്നില്ല, ഇത് കംപ്ലീറ്റ് ആയിട്ട് വായിച്ച് പഠിക്കേണ്ടത് ഇല്ല. ജസ്റ്റ് 1-2 ഞാൻ വായിക്കാം. ഒന്ന്, criticize that bureaucracy, especially its hierarchy and strict rules, can lead to inefficiency and dysfunctional consequences. റോബർട്ട് മെർട്ടൺ പറഞ്ഞാണ്. അതായത് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ്, ഹയറാർക്കി, ഇതൊക്കെ വലിയ പ്രശ്നം വരും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ ശബരിമലയിലെ ഒരു ഇതുണ്ട്, ബേസ് ക്യാമ്പ് ഉണ്ട് ഈ ഹെൽത്തിൻ്റെ, അത് കോന്നിയിലാണുള്ളത്. ഓക്കെ, അപ്പോൾ ആ സ്ഥലത്ത് കുറച്ച് എന്താ പറയുക കഴിഞ്ഞാൽ ആൾക്കാർക്ക് സീസൺ വരുമ്പോൾ കാണിക്കാൻ വേണ്ടിയിട്ട് കുറേ ഡോക്ടർമാരെ അവിടെ ഡ്യൂട്ടിക്ക് ഇടും. അത് ആക്ച്വലി അവിടെ ഒരു ബേസ് ക്യാമ്പിന് വേണ്ട ഫെസിലിറ്റീസ് ഇല്ല എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. കാരണം ഒരു കാട്ടുമുക്കിലാണ് ആ സ്ഥലം ഉള്ളത്. ഓക്കെ, ഇനി ഒരു ഉദാഹരണം എടുത്തു നോക്കുക. സന്നിധാനത്ത് വെച്ച് ഒരു ഹെൽത്ത് മെഡിക്കൽ ഓഫീസർ ഒരു കേസ് വരികയാണ്, അയാൾക്ക് ഹാർട്ടിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ട്, ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ഓപ്പറേഷൻ വേണം. ഓക്കെ, അപ്പൊ ഇയാൾക്കറിയാം കോന്നിയിൽ വിട്ടിട്ട് കാര്യമില്ലെന്ന്. പക്ഷെ നിയമത്തിന് എന്തായിരിക്കും എഴുതി വെച്ചിരിക്കുന്നതായിരിക്കാം, അതിൽ റൂൾ അനുസരിച്ച് സന്നിധാനത്ത് ഒരു മെഡിക്കൽ ഓഫീസർ റെഫർ ചെയ്യേണ്ടത് എവിടേക്കാണ്? കോന്നിയിലേക്കാണ്. ഓക്കെ, പക്ഷെ കോന്നിയിൽ കൊണ്ടുപോയി അവിടെ എന്താ പറയുക, ഉടനെ തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ പറയാം. അപ്പൊ അത്രയും സമയം ഇയാൾക്ക് യാത്ര ചെയ്ത അയാൾ അവിടെ എത്തില്ല എന്നൊരു ഡോക്ടറായിട്ടുള്ള വ്യക്തിയായിട്ടുള്ള സന്നിധാനത്തിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് അറിയാം. പക്ഷെ എന്ത് ചെയ്യണം? റൂൾ അനുസരിച്ച് അയാളെ കോന്നിയിലേക്ക് വിട്ടേ പറ്റുള്ളൂ, അല്ലേ? ഇത് എന്താ കാണിക്കുന്നത്? ഒരു ഇൻഎഫിഷ്യൻസി അല്ലേ കാണിക്കുന്നത്? അത്തരത്തിലുള്ള ഇൻഎഫിഷ്യൻസി ബ്യൂറോക്രസിയിലെ പല സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ പറ്റും. റൂൾ അനുസരിച്ച് ഒന്നും, പക്ഷെ നമുക്ക് നമ്മുടെ അറിവിൻ്റെ 100% നമ്മുടെ ലോജിക്കിൻ്റെ റേഷണാലിറ്റിയിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും ആ ചെയ്യുന്നത് ശരിയല്ല. എന്നാലും എന്ത് ചെയ്യണം? ഒരു ബ്യൂറോക്രാറ്റിനെ സംബന്ധിച്ചിടത്തോളം അത് ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ല. ഓക്കെ, അപ്പം അത്തരത്തിലുള്ള ഇൻഎഫിഷ്യൻസി പല സ്ഥലങ്ങളിലും വരാൻ സാധ്യതയുണ്ട്. അത് ബ്യൂറോക്രസിയുടെ ഒരു വലിയൊരു ക്രിറ്റിസിസം ആണ്. Okay, highlighted in subunits, an organization may set their own conflicting goals, undermining the overall objective. ഇത് നമ്മൾ കാണുന്നില്ല ആണല്ലേ. അപ്പോൾ സബ് യൂണിറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വാട്ടർ അതോറിറ്റി ഇതെന്താ പെട്ടെന്ന് മീൻസ് അവർക്ക് കൂടുതലായിട്ട് വാട്ടർ എത്തിക്കണം, അപ്പോൾ റോഡ് മുഴുവൻ കുത്തിപ്പൊളിക്കുക. അത് എന്തിനെതിരാണ്? PWDക്ക് എതിരാണ്. ഓക്കെ, ഇവരുടെ കോൺഫ്ലിക്റ്റുകൾ കാരണം എന്തുണ്ടാവും? അതും വലിയൊരു ഓവറോൾ ഒബ്ജക്റ്റീവ് എന്താ? നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് വെള്ളവും വേണം, റോഡും വേണം. പക്ഷെ റോഡ് നന്നായി പണിത് കഴിഞ്ഞാൽ ഇവര് വന്ന് കുത്തിപ്പൊളിക്കും. അപ്പോൾ വെള്ളവും ഇല്ല, റോഡും ഇല്ല. അപ്പൊ അത്തരത്തിലുള്ള ബ്യൂറോക്രസിയുടെ പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻഡ് വെദർ ഹയർ ലെവൽ അതോറിറ്റി ക്യാൻ ഓൾവേസ് മാച്ച് വിത്ത് ഈക്വൽ ആൻഡ് പ്രൊഫഷണൽ സ്കിൽസ്, ചലഞ്ചിങ് ദ ഇന്റേണൽ കൺസിസ്റ്റൻസി ഓഫ് വെബർ മോഡൽ. ഈ ഹയർ ലെവലിലേക്ക് പോകും തോറും അത്തരത്തിൽ കോമ്പിറ്റൻസ് ആയിട്ടുള്ള ആൾക്കാരാണോ ഇത് ഒക്കെ നിയന്ത്രിക്കുന്നത്? അതിൻ്റെ ഒക്കെ പ്രശ്നം. അപ്പൊ ഇത്തരത്തിൽ കുറെ ഉണ്ട്. നിങ്ങൾ ഈ അറ്റ്ലീസ്റ്റ് ഈ PPT ഒന്ന് വായിച്ചു നോക്കാൻ ഞാനത് അയച്ചു തരാം. കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എടുക്കുന്നതിൽ വലിയ കാര്യമില്ല, നിങ്ങൾക്ക് ജസ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ഇതിൽ. അടുത്തത് റെലവൻസ്. അപ്പൊ ഈ റെലവൻസിൽ നമുക്ക് ആദ്യം പറഞ്ഞ എല്ലാ ക്ലാസിക്കൽ തിയറീസിൻ്റെയും റെലവൻ്റ് ആണ് ഇത്. സോ ഫാർ വി ഹാവ് നോട്ട് ബീൻ ഏബിൾ ടു ഇവോൾവ് ആൻ ഓൾട്ടർനേറ്റീവ് മോഡൽ ടു വെബേഴ്സ് ബ്യൂറോക്രസി. വെബർ ഈസ് റൈറ്റ് ഇൻ സേയിങ് ദാറ്റ് വെൻ വി ആർ അക്കസ്റ്റംഡ് ടു bureaucracy, we cannot think of any other alternative. To overcome some of the problems of the bureaucracy, we can only bring reforms it, but cannot replace within any other organization.
ഇത് ക്ലാസിക്കൽ തിയറീസിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു പ്രശ്നമാണ്. ആ ഒരു ക്ലാസിക്കൽ തിയറീസിനോട് നമുക്ക് വലിയ വലിയ വിമർശനങ്ങളുണ്ട്. അത് ശരിയല്ല, അതിന് എഫിഷ്യൻസി ഇല്ല, അതില്ല, ഇതില്ലെന്ന് പറയും. പക്ഷേ ക്ലാസിക്കൽ തിയറീസിന് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള തിയറി നമ്മുടെ കയ്യിലില്ല. ഓക്കെ, അതുകൊണ്ടാണ് ഈ ക്ലാസിക്കൽ തിയറീസ് പഠിക്കുന്നത്. ഇനി ഇതിൻ്റെ റിഫോം ചെയ്യാനുള്ള ഇതിനെ എതിരെ ഏത് രീതിയിലുള്ള മുന്നേറ്റങ്ങളാണ് നമ്മൾ ഉണ്ടായത്, അത് നമ്മൾ ബിഹേവിയറൽ തിയറീസിൽ പഠിക്കും. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട രണ്ട് നിയോ ക്ലാസിക് തിയറീസ് ഉണ്ട്. ഒന്ന് ഹ്യൂമൻ റിലേഷൻസ് തിയറി, എൽട്ടൺ മേയോൻ്റെ ഹോത്രോൺ എക്സ്പെരിമെൻ്റ്. അതുപോലെ തന്നെ ബൗണ്ടഡ് റാഷണലിസം, ഡിസിഷൻ മേക്കിംഗ് ബൈ ഹെർബർട്ട് സൈമൺ. അടുത്ത ക്ലാസ്സിൽ നമ്മളത് ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം ബിഹേവിയറൽ തിയറീസിലേക്ക് പോവാം. ഓക്കെ, നന്ദി. ഇതിലെന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഓക്കെ, താങ്ക് യു.